വിഷുവായിട്ട് നമുക്ക് നല്ലൊരു വിഷുക്കട്ടി ഉണ്ടാക്കാം. തൃശ്ശൂർ ഭാഗത്താണ് കേട്ടോ ഈ വിഷുക്കട്ടി ഉള്ളത്. എറണാകുളം സൈഡിലൊക്കെ അത് വിഷുക്കഞ്ഞിയാണ്. ഇത് മാങ്ങക്കറിയുടെ കൂടെ ഇറച്ചിക്കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിവിടെ 2 തേങ്ങയുടെ പാലെടുത്തിട്ട് അതിൻ്റെ തലപ്പാൽ പിഴിഞ്ഞ് മാറ്റി ബാക്കി പാൽ ഒരു ഉരുളിയിൽ ഒഴിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ 2 കപ്പ് പച്ചരി എടുത്ത് കഴുകി വാരി അതിലിട്ട് നന്നായിട്ട് വേവിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അരി ഒരു 3/4 വേവാകുമ്പോൾ തന്നെ നമുക്ക് ഈ തലപ്പാൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ പാല് വറ്റി കഴിയുമ്പോൾ തന്നെ വെന്ത് നന്നായി ചോറായിട്ടുണ്ടാകും. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉള്ളിയും ജീരകം കൂടി അരച്ച് ചേർക്കുകയാണ്. മിക്സിയിൽ നന്നായിട്ട് അറിയാൻ വേണ്ടി ഞാൻ കുറച്ച് നാളികേരം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിപ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പും ഇടുക. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ജീരകം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒഴിപ്പിച്ച് വെള്ളം വറ്റുമ്പോൾ ഇതുപോലെ പാത്രത്തിലേക്ക് പകർത്തി ഒന്ന് മിനുസാക്കി വയ്ക്കുക. തണുക്കുമ്പോൾ ഇതുപോലെ മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഞാനൊരു വാഴയിൽ വെച്ചൊന്ന് മിനുസപ്പെടുത്തിയതല്ലാതെ സ്പൂൺ കൊണ്ട് തന്നെ ഇത് പറ്റുന്നതാണ്. ഇത് ഏത് കറിയുടെ കൂടെയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ വിഷുവായിട്ട് ഈ വിഷുക്കട്ട എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.